ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് പറന്നതിന് തൊട്ടു പിന്നാലെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലെത്തി. 3 വർഷത്തിനിടെ ആദ്യമായുള്ള വാങ്ങിൻ്റെ സന്ദർശനം ഒരു പുതിയ തുടക്കത്തിനുള്ള പ്രതീക്ഷ ഉണർത്തി. 3 വർഷത്തിന് ശേഷം വാങ് യി ഇന്ത്യയിൽ നടത്തിയ ഈ 2 ദിവസത്തെ സന്ദർശനം ഒരു പുതിയ തുടക്കത്തിൻ്റെ സൂചന നൽകി. അതിർത്തി ചർച്ചകൾ മുതൽ വ്യാപാര കരാറുകൾ വരെ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് മുന്നോട്ടു പോകാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഇന്ത്യ ചൈന അതിർത്തി എന്നും സങ്കീർണമായ വിഷയമാണ്. 3400 കിലോമീറ്ററിലധികം നീളുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഒരു വ്യക്തമായ അതിർത്തിയല്ല, മറിച്ച് തർക്കങ്ങൾക്ക് കാരണമാകുന്ന ഒരു മങ്ങിയ വരയാണ്. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും ചേർന്ന് 2 പുതിയ സംഘങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആദ്യത്തെ സംഘം അതിർത്തി വ്യക്തമായി നിർവചിക്കുന്നതിന് പ്രവർത്തിക്കും. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനെ ഒരു സ്ഥിരം അതിർത്തിയാക്കി മാറ്റാൻ ശ്രമിക്കും. രണ്ടാമത്തെ സംഘത്തിൻ്റെ ലക്ഷ്യം അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കുകയും സംഘർഷങ്ങൾ ഒഴിവാക്കുകയുമാണ്. ഈ നീക്കം ഒരു വലിയ സന്ദേശം നൽകുന്നു. ഇന്ത്യയും ചൈനയും തർക്കങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു, അവയെ വഷളാകാൻ അനുവദിക്കില്ല. വാങ് യി ഇങ്ങനെ പറഞ്ഞു: നമുക്ക് ഒരുമിച്ച് കൂടുതൽ ധാരണകൾ ഉണ്ടാക്കാം, അതിർത്തി ചർച്ചകൾക്ക് വ്യക്തമായ ദിശ നൽകാം, ഒപ്പം നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇരു രാജ്യത്തിൻ്റെയും പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഈ പുതുക്കൽ അതിർത്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇത് ജനങ്ങളിലും വ്യാപാരത്തിലും ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കും. പുതിയ വ്യോമഗതാഗത കരാർ ഒപ്പുവയ്ക്കും. വിസ നേടൽ എളുപ്പമാക്കും. നയതന്ത്രജ്ഞർക്ക് മാത്രമല്ല, വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, വ്യവസായികൾ എന്നിവർക്കും ചൈനയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാം. തീർത്ഥാടകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അടുത്ത വർഷം മുതൽ കൂടുതൽ ഇന്ത്യക്കാർക്ക് ടിബറ്റിലെ പുണ്യസ്ഥലമായ കൈലാസപർവ്വതവും മാനസ സരോവർ തടാകവും സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ഹിന്ദുക്കൾക്ക് വിശുദ്ധമായ ഈ സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പല കാരണങ്ങളാൽ പ്രവേശനമില്ലായിരുന്നു. ഈ വർഷം 750 തീർത്ഥാടകർക്ക് മാത്രമാണ് അനുമതി ലഭിച്ചത്. പക്ഷേ ഇനി ചൈന കൂടുതൽ സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ്. വ്യാപാരം മറ്റൊരു പ്രധാന വിഷയമാണ്. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ്, ഹിമാചൽ പ്രദേശിലെ ലാപ്കില, സിക്കിമിലെ നാഥുല എന്നീ 3 പ്രധാന അതിർത്തി വ്യാപാര മാർഗങ്ങൾ വീണ്ടും തുറക്കും. നിക്ഷേപ തടസ്സങ്ങൾ നീക്കി പുതിയ വ്യാപാര അവസരങ്ങൾ സൃഷ്ടിക്കാനും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിക്കുന്നു. ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. പക്ഷേ ഈ ബന്ധം ഇതുവരെ ഏകപക്ഷീയമായിരുന്നു. ചൈനയുടെ കയറ്റുമതി ഇന്ത്യയുടെ ഇറക്കുമതിയേക്കാൾ വളരെ കൂടുതലാണ്. ഈ നടപടികൾ ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ സഹായിക്കും. ഈ സുപ്രധാന മാറ്റങ്ങൾക്ക് പിന്നിൽ ഒരു പ്രധാന സംഭവമുണ്ട്. ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് യാത്ര ചെയ്യും. 7 വർഷത്തിനിടെ ആദ്യമായി ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിക്കായി ടിയാങ്ജിനിലാണ് അദ്ദേഹം എത്തുക. ചൈന ഇത്തവണ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നു. മോദിയുടെ സന്ദർശനവും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ചയും ബന്ധം ഊഷ്മളമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ചൈനയുടെ ഷാങ്ഹായ് സഹകരണ സംഘടന അധ്യക്ഷതയെ പിന്തുണച്ചു. അടുത്ത വർഷം ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമ്പോൾ ചൈന പിന്തുണ വാഗ്ദാനം ചെയ്തു. ഈ പരസ്പര പിന്തുണ വെറും നയതന്ത്ര മര്യാദയല്ല, അത് ആഴത്തിലുള്ള ബന്ധത്തിനുള്ള ശ്രമമാണ്. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ലോക വ്യാപാര സംഘടനയെ പിന്തുണയ്ക്കാനും നിയമാധിഷ്ഠിത ലോകക്രമം പ്രോത്സാഹിപ്പിക്കാനും ബഹുമുഖ ലോകം സൃഷ്ടിക്കാനും ഇരുവശവും യോജിച്ചു. ഡൊണാൾഡ് ട്രംപിൻ്റെ സംരക്ഷണവാദ നയങ്ങളും താരിഫ് യുദ്ധവും വെല്ലുവിളി ഉയർത്തുമ്പോൾ വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഇന്ത്യയും ചൈനയും ഒരുപോലെ ആഗ്രഹിക്കുന്നു. അതിർത്തി മാനേജ്മെൻറ്റ് മുതൽ വിമാന സർവീസുകൾ, വ്യാപാരം, ആഗോള സഹകരണം വരെ പുരോഗതി വ്യക്തമാണ്. മോദിയുടെ വരാനിരിക്കുന്ന ചൈന സന്ദർശനം ഈ നേട്ടങ്ങൾ ശക്തിപ്പെടുത്താനുള്ള അവസരമാണ്. ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നീങ്ങുമ്പോൾ അവർ വെറും ബന്ധം പുതുക്കുകയല്ല, ഒരു ഭാവിയെ അവർ രൂപപ്പെടുത്തുകയാണ്.